നമസ്കാരം. RGC ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ഷാജാൻ മൂലത്ത്. ഇപ്പം ഞാനൊരു മരുന്നിൻ്റെ കാര്യം പറയാൻ വേണ്ടി വന്നതാണ്. കാര്യം ഈ നിൽക്കുന്ന ഇത് കണ്ടോ, ഈ ഇല എന്ന് പറയുമ്പോൾ കാട്ടുവെറ്റിലയാണ്. കാട്ടുവെറ്റില എന്ന് പറഞ്ഞാൽ സാധാരണ വനങ്ങളിലൊക്കെ മാത്രം പിടിക്കുന്ന ഒരു വെറ്റിലയാണ്. നല്ല തണുപ്പുള്ള പ്രദേശങ്ങൾ മാത്രമൊക്കെയാണ് ഇത് കിളിക്കുന്നത്. ഞാൻ വയനാട്ടിൽ നിന്ന് ഇതിൻ്റെ ഒരു തൈ കൊണ്ടുവന്ന് നട്ടതാണ്. പക്ഷെ ഭാഗ്യത്തിന് അത് കിളിച്ചു. പക്ഷേ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ എത്ര വലിയ വയറുവേദനയ്ക്കായാലും കുട്ടികൾക്കായാലും ഒരില അരച്ച് നന്നായിട്ട് അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ വയറുവേദന പെട്ടെന്ന് മാറും. അതുപോലെ എത്ര വലിയ ദഹന പ്രശ്നങ്ങൾ ഉള്ളവരായാലും ഇതിൻ്റെ 2 ഇല എടുത്ത് നല്ലതുപോലെ ചവച്ചരച്ച് കഴിച്ചാൽ പെട്ടെന്ന് ആ ദഹന പ്രശ്നങ്ങൾ മാറിക്കിട്ടും. ഇപ്പോൾ ഇവിടെ തണുപ്പ് കിട്ടുക എന്ന് പറഞ്ഞാൽ ഞാനതുപോലെ അത്യാവശ്യം കുറച്ച് മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ച് ഇതിനിടയ്ക്ക് കുറച്ച് നല്ല തണുപ്പ്, മരത്തിൻ്റെ ഇലയൊക്കെ ഇതിനിടയ്ക്ക് തന്നെ അങ്ങ് ഇടുന്നതുകൊണ്ടൊക്കെ നല്ല തണുപ്പുണ്ട് എപ്പോഴും. അപ്പോൾ അതുകൊണ്ടൊക്കെയാണെന്ന് തോന്നുന്നു ഇതിങ്ങനെ കിളിച്ചു വന്നത്. ഇതിൽ സാധാരണയല്ല 1-2 പ്രാവശ്യം വെച്ചിട്ടൊന്നും കിളിച്ചിട്ടില്ല. പിന്നെ ലാസ്റ്റ് ഇങ്ങനെ ഒന്ന് പരീക്ഷിച്ചു. കാര്യം ഇതിൻ്റെ നല്ലപോലെ ഇലയൊക്കെ ഇട്ട് നല്ല തണുപ്പൊക്കെ, വെള്ളമൊക്കെ ഒഴിക്കുമ്പോൾ നല്ല തണുപ്പൊക്കെ നട്ടതിന് ശേഷം പിന്നെ അത് വീണ്ടും കിളിച്ചു. 2-3 പ്രാവശ്യം പരിശ്രമിച്ചതിന് ശേഷമാണ് ഇങ്ങനെ ഒന്ന് കിളിച്ച് കിട്ടിയത്. കിളിച്ച് കിട്ടിയപ്പോൾ അത് പടർന്ന് മേളോട്ട് കയറിയിട്ടുണ്ട്. ഇതിൻ്റെ ഒരു വലിയ ഇല കമ്പുണ്ടായിരുന്നു, അത് ആദ്യം അങ്ങ് ഉണങ്ങിപ്പോയി. വീണ്ടും അത് കിളിച്ചു വരുവാണ്. ഇതിനെക്കുറിച്ച് നന്നായിട്ട് അറിയാവുന്നവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം. ഇതിൻ്റെ മറ്റുള്ള കുറേ ഒരു മരുന്നിന് ഒരുപാട് ഉപയോഗങ്ങളുണ്ടാവും, ഒരു ഇലയ്ക്ക് ഒരുപാട് ഉപയോഗങ്ങളുണ്ടാവും. പ്രത്യേകിച്ച് ഇതുപോലുള്ള വെറ്റിലകൾക്ക് ധാരാളം ഉപയോഗങ്ങളുണ്ടാവും. അപ്പോൾ അതിനെക്കുറിച്ച് നന്നായിട്ട് അറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണം. ഈ വെറ്റില ഒന്ന് പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ വീഡിയോ വന്നത്. ഇതൊക്കെ ചുമ്മാ ഈ ചെടിക്ക് ഒരു കഥ പറയാനാണ്. അതേന്ന് പറയുമ്പോൾ പണ്ട് വയനാട്ടിൽ ഒരു വീട് മുഴുവനും നിറഞ്ഞ് പൂക്കളുമൊക്കെ ആയിട്ട് കിടന്ന, മഞ്ഞ പൂക്കളൊക്കെ പിടിച്ച് കിടന്ന ഒരു ചെടി. അതായത് ഇവിടുന്നൊക്കെ ഒരുപാട് ആൾക്കാർ അത് കാണാൻ പോയിട്ടുണ്ട്. കാര്യം എന്ന് പറഞ്ഞാൽ ആ വീട് മുഴുവനും ഈ ചെടി കൊണ്ട് നിറഞ്ഞിട്ട് മൊത്തം പൂക്കളായിട്ട് കിടക്കുന്നത് നല്ല രസമായിരുന്നു. ആ വീഡിയോ ഒരുപാട് പേര് കണ്ടിട്ടുള്ള വീഡിയോ ആണ്. ഞങ്ങളിത് കാണാൻ വേണ്ടിയിട്ടും ഇതിൻ്റെ വീഡിയോ പകർത്തുന്നതിന് വേണ്ടി വയനാട്ടിൽ പോയി ആ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ മൂടാണ് അത്. വീട് മുഴുവനും ഇങ്ങനെ പടർന്നു കിടക്കുകയാണ്. പക്ഷേ സൂര്യപ്രകാശമൊന്നും വലുതായിട്ട് കിട്ടാത്തതുകൊണ്ടാണ് വലിയതായിട്ട് പൂക്കളൊന്നും വരാത്തത്. ചുറ്റോട് ചുറ്റും ഈ മരങ്ങളൊക്കെ നിൽക്കുന്നതുകൊണ്ട് കുറച്ച് മാത്രമേ സൂര്യപ്രകാശം കിട്ടത്തുള്ളൂ. കൊണ്ട് നട്ടതിന് ശേഷം ഇത് നന്നായിട്ട് നമ്മളൊന്ന് നോക്കി വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തപ്പോൾ വെള്ളം കുറച്ച് ഈ ചെടിക്ക് വളരെ കുറച്ച് മാത്രം വെള്ളം മതി. പക്ഷേ കിളിച്ചു ഇത് പടർന്ന് പന്തലിച്ച് കിടക്കുകയാണ്. ഈ വീടിൻ്റെ ഈ ഷെഡിൻ്റെ മുകൾ ഭാഗം മുഴുവനും ഈ ചെടിയാണ്. നല്ല തണുപ്പാണ് ഇവിടെ. കാര്യം നമ്മൾ കുറച്ച് ചെടികളൊക്കെ നട്ടുപിടിപ്പിച്ചതുകൊണ്ട് എപ്പോഴും നല്ല തണുപ്പ് അനുഭവപ്പെടുന്ന ഒരു സ്ഥലമാണ്.